ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ എൻ്റെ വീട്ടിലെ ഫ്രിഡ്ജിൻ്റെ അവസ്ഥ ഒന്ന് കാണിക്കാൻ വേണ്ടി ഉള്ള വ്ളോഗാണ്. ഇത് കുറേ വർഷങ്ങൾക്ക് മുന്നേ വാങ്ങിച്ച ഫ്രിഡ്ജാണ്. അന്ന് എൻ്റെ ചേട്ടന് 800 രൂപ ശമ്പളം ഉള്ളപ്പോൾ വാങ്ങിച്ചതാണ്. ഒരു കുർ പാലും 50 രൂപ മലക്കറിയും മാത്രം വയ്ക്കാൻ വേണ്ടി വാങ്ങിച്ച ഫ്രിഡ്ജാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കും മാസം അവസാനം ശമ്പളം കിട്ടുകയുള്ളൂ. പാൽ ഒരു കുർ വാങ്ങിച്ചാൽ എന്തായാലും തികയില്ല. 5-6 കുർ പാൽ വാങ്ങിക്കണം. 150 രൂപ 200 രൂപ മലക്കറി വാങ്ങിക്കേണ്ടി വരും. പിന്നെ പച്ചക്കറി വാങ്ങിച്ച് വയ്ക്കേണ്ടി വരും, മീൻ വാങ്ങിച്ച് വയ്ക്കേണ്ടി വരും, ചിക്കൻ വാങ്ങിച്ച് വയ്ക്കേണ്ടി വരും. അതുകൊണ്ട് ഈ ഫ്രിഡ്ജ് എന്തായാലും തികയില്ല. ഈ ഫ്രിഡ്ജിൻ്റെ അവസ്ഥ എന്താ? ഫ്രീസറിൽ എൻ്റെ ഡോറ് പോയി. മലക്കറിയെല്ലാം ഈ തുണിയിലാണ് ഇങ്ങനെ പൊതിഞ്ഞ് വയ്ക്കുന്നത്. നിങ്ങളെല്ലാവരും എങ്ങനെയാണ് മലക്കറി പൊതിഞ്ഞ് വയ്ക്കാറുണ്ട്? ഇതെല്ലാം വയ്ക്കാനുള്ള സ്ഥലമില്ല, ഇതൊന്നും വയ്ക്കാനുള്ള സ്ഥലമില്ല, എല്ലാം കംപ്ലൈൻ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇന്നൊരു ഫ്രിഡ്ജ് വാങ്ങിക്കാൻ പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. എൻ്റെ മോനാണ് വാങ്ങിച്ചിരുന്നത്. ഒരു എനിക്ക് ബർത്ത്ഡേക്ക് ഒന്നും വാങ്ങിച്ചിരുന്നില്ല. അന്ന് എനിക്ക് പനിയായിരുന്നു. അപ്പോൾ അന്ന് പറഞ്ഞാൽ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഒരു ഫ്രിഡ്ജ് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഇന്ന് പോയി വേണം ഫ്രിഡ്ജ് വാങ്ങിക്കാൻ. ശ്രീകാര്യത്ത് QRSലാണ് പോണത്. പോയി നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങളും കമൻറ്റ് ചെയ്യണേ. പോയി നോക്കാം. വാ. ഹലോ ഗൈസ്, എനിക്ക് ഈ കളർ ഇഷ്ടപ്പെട്ട യെല്ലോ, ബ്ലാക്ക്, 2 കളർ. ഇതുണ്ട്, ഡബിൾ ഡോർ തുറന്നു കൊള്ളാമല്ലേ? കളറിൽ മാത്രമേ ഇത് വ്യത്യാസമുള്ളൂ. ഇതാകുമ്പോൾ ഇത്തിരി ചെറിയ വില കുറവുണ്ട്. ഇത് ഒരു വശം ഫ്രീസറും ഒരു വശം സാധാ കൂളിംഗ്. ഇതിൻ്റെ റേറ്റ് ഒന്ന് പറയാമെന്ന് പറഞ്ഞു. ഇത്ര. നിങ്ങൾക്ക് ഏത് ഇഷ്ടപ്പെട്ടത്? മഞ്ഞയാണോ? എനിക്ക് മഞ്ഞ ഇഷ്ടപ്പെട്ട. ഇതെത്ര വിലയെന്ന് പറഞ്ഞാൽ? ഭയങ്കര വില അല്ല, പക്ഷേ ഇത് സ്ഥലം കുറവാണ്. എന്തിനാണെന്ന് അറിയാൻ വയ്യ. സ്ഥലം കുറവുപോലെ ഇരിക്കുന്നു. മൂന്ന് ഹയറിൻ്റെ അല്ലേ? ഇവിടെ ഈ അറ്റത്ത് മാത്രമേ LG അല്ലേ? ഇതൊക്കെ ഇതൊക്കെ വില കൂടുതലാണ്. പിന്നെ നമുക്ക് ഫുൾ ഗ്ലാസ് ആണ് ഫ്രണ്ടിൽ. ചെറിയ ഫ്രിഡ്ജാണ്. സ്ഥലമുണ്ടല്ലേ? കൊള്ളാം. പക്ഷേ അത് ഫ്രണ്ടിൽ ഗ്ലാസ് ആണ്. അത് ഗ്ലാസ് ഗ്ലാസ് എഫക്റ്റ് ഉണ്ട്. കൂടിയ ഫ്രിഡ്ജാണ്. 160 സാംസങ്ങിൻ്റെയാണ്. ഇത് 160 ഇട്ടേക്കുന്നത്. അത്രയൊന്നും ആവില്ല. 85-90 കിട്ടുമെന്ന് തോന്നുന്നു. ഇത് നല്ല സ്പേസ് ഉണ്ട്. ഇത് ഗ്ലാസ്സിനല്ലേ? എന്താണ് ഇതാണ്? ഒരു ക്രിസ്റ്റൽ എഫക്റ്റ്. ഒരു ക്രിസ്റ്റൽ എഫക്റ്റ് താഴെ ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഇതിൽ 2 കുപ്പി ഫ്രണ്ടിലും ബാക്കിലും ആയിട്ടിരിക്കും. ഇവിടെ 2 കുപ്പി ഫ്രണ്ടിലും ബാക്കിലായിട്ടിരിക്കും. അപ്പോൾ അതിനുള്ളൊരു സ്പേസ് അതിലുണ്ട്. അടുത്തത് കാണിച്ചു തരാം. ഐസ് ക്യൂബായിട്ട് വരുന്നത്, മറ്റേ പൊടിഞ്ഞ് വരണത്. നമ്മളിവിടെ തുറന്നിട്ട് ഇവിടെ വെള്ളം നിറച്ച് കൊടുത്താൽ മതി. ഇത് നല്ല സ്പേസ് ഉണ്ട്. ഇതും ക്രിസ്റ്റൽ മാതിരി തന്നെ ഇതിൻ്റെ വില വന്നിരിക്കുന്നു 160 പക്ഷേ ഇത്രയും വിലയില്ല. 80-90 അതിനൊക്കെ ഉള്ള വിലയ്ക്ക് കിട്ടും. പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് വൈറ്റാണ്. 2 ഡോറ് 2 വശവും വൈറ്റ് സ്പ്ലിറ്റ് ഡോർ. ഇത് 160 എഴുതിയിരിക്കുന്നത്. ഇതിന് വില കുറവായിരിക്കും. ഇത്രയും വിലയൊന്നും ആവില്ല. ഇതും ക്രിസ്റ്റൽ ഗ്ലാസ്സൊക്കെയാണ്. ഗ്ലാസ് പൊട്ടുന്നുണ്ട്.
ഇതിന് ഈ ഡോറിന് വേറെ പ്രത്യേകത ഉണ്ട്. നമ്മൾ അടച്ചതിന് ശേഷം ഇത് തുറക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്താണ് തന്നത്. അത് വേണ്ട. ഇവിടെ ഒരു സെൻസർ, ഇതൊരു സെൻസർ ഇരിക്കുന്നുണ്ട്. നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് പയ്യെ ജസ്റ്റ് ഒന്ന് ഇത്രയും സ്റ്റെപ്പ് തുറന്നില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ മതി. മറ്റേ നമ്മൾ ചെറിയൊരു ബലം പിടിക്കണം, ബാക്കിലോട്ട് ഒരു ബലം പിടിക്കണം. പക്ഷേ ഇതാണെന്നുണ്ടെങ്കിൽ ഒന്ന് സ്വൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. പയ്യെ ഒന്ന് പുഷ് ചെയ്ത് ഇങ്ങോട്ടാക്കി തരും. എന്നിട്ട് പയ്യെ അങ്ങ് വലിച്ചെടുക്കാം. അതേപോലെ തന്നെയാണ് ഈ മോഡലും വരണം. ഇതും സെയിം എഫക്റ്റ് തന്നെയാണ് വരണം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഈ ഫ്രിഡ്ജ് എടുത്ത് കേസ്. ഇതിൻ്റെ വില 67 വരുന്നുണ്ട്. ഇതിലാണെങ്കിൽ ഇത് 83 രൂപ. ഇത് വില കൂടുതലാണ്. ഇത് ഗ്ലാസ് ആണെന്നേ ഉള്ളൂ. രണ്ട് സെയിം തന്നെ, രണ്ടും സെയിമാണ്. ഇതെല്ലാം ഒരുപോലെ. എല്ലാം സെയിം തന്നെ വരണത്. എല്ലാം സെയിം തന്നെ വരണത്. പിന്നെ ഇത്തിരി വില കുറവാണ്. ഇത് ഫ്രണ്ടിൽ ഗ്ലാസിൻ്റെ അല്ലെന്നേ ഉള്ളൂ. ഇത് ഫ്രണ്ടിൽ ഗ്ലാസിൻ്റെ ഇതാണ് കൊടുത്തിരിക്കുന്നത്. 2 കളറാണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇത്തിരി വില കൂടുതലാണ്. അതുകൊണ്ട് 83 വരണം. അതുകൊണ്ട് ഇത് എടുക്കണില്ല. ഇത് മതി. എങ്ങനെയുണ്ട്? ഈ കൊള്ളാമോ? കളർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട? സിൽവറിൻ്റെ കളർ എന്തിനാ? സിൽവർ കളർ. ഇത് ഡിസ്പ്ലേക്ക് വെച്ചതാണ്. ഇതല്ല, നാളെ ഡെലിവറി ഉള്ളത്. വേറെ വരും. ശ്രീകാര്യം QRS ആണ്. ഒരുപാട് ലുലു മൈജിയിൽ എല്ലായിടത്തും പോയി നോക്കിയതാണ്. പിന്നെ ലുലു മൈജിയിൽ, മയൂരിയിൽ, കണിയാപുരം, മയൂരിയിൽ ഇവിടെ എല്ലായിടത്തും പോയി നോക്കിയതാണ്. എന്നിട്ടൊന്നും സെറ്റായില്ല. ഇതാണ് സെറ്റായത്. 1,13,900 അടിച്ചിരിക്കുന്നത്. 1,13,000 രൂപയാണ് അതിൽ വരുന്നത്. ഇതിൽ വന്നിട്ട് ഇതിലൂടെ 1,23,000 രൂപ ഇതിൽ വരുന്നുണ്ട്. പക്ഷെ അതിന് നമ്മൾ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇത് അവർ കമ്പനി റേറ്റ് പറയണമെന്നുണ്ടെങ്കിലും ഇതല്ലാതെ അവർ ഓഫർ റേറ്റിന് കുറച്ചാണ് കൊടുക്കുന്നത്. ഇതെല്ലാം എനിക്കിഷ്ടപ്പെട്ടതാ ഈ മോഡൽ. ഗ്ലാസ് കണക്കാണ്. അതിന് വില കൂടുതലാണ്. അതിന് വില കൂടുതലാണ്. ഇത് 1,90,000 ആണ്. 1,24,026 പറഞ്ഞത്. 1,26,000 ഇട്ടേക്കുന്നത്. 90 രൂപയ്ക്ക് കൊടുക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ മോഡൽ കൊള്ളാം. എനിക്കത് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഫുള്ള് ഗ്ലാസ് ആയിട്ട് വരുന്നത്. പിന്നെ ഡബിൾ ഡോറാണ്. ഒരുപാട് സ്പേസും അതിനകത്ത് വരുന്നുണ്ട്. ഇദ്ദേഹങ്ങൾക്ക് സെയിം സ്പേസ് തന്നെയാണ് അതിലും വരുന്നത്. പക്ഷേ ഈ ഗ്ലാസിൻ്റെ ഈ മോഡൽ ആയതുകൊണ്ടാണ് റേറ്റ് ഇത്രയും വരുന്നത്. ഇത് പിന്നെ 2 വർഷത്തെ ഗ്യാരണ്ടിയും 10 വർഷത്തെ കംപ്രസർ വാറണ്ടി. 2 വർഷത്തെ 2 ഇയർ 2 ഇയർ വാറണ്ടി ഉണ്ട്. ബാക്കിയെല്ലാം അതിനകത്ത് തന്നെ ഉണ്ട്. അങ്ങനെ പിന്നെ അല്ലാതെ ഇത് 4 ഡോർ അല്ല, സ്പ്ലിറ്റ് ഡോറാണ്. പക്ഷേ അത് മധ്യത്താണ് അത് പിടിക്കുന്നത്. മറ്റേതിൻ്റെയൊക്കെയാണെങ്കിൽ നമുക്ക് ഈ സൈഡിലാണ് പിടിക്കുന്നത്. നമ്മളിപ്പോൾ ബുക്ക് ചെയ്ത സൈഡിലാണ്. ഇവിടെ ഇത് താഴെയാണ് ബുക്ക് ചെയ്യുന്നത്. നമ്മളിത് എടുക്കാത്തതിലുള്ള കാരണം അതാണ്. ആ ഡോറിൻ്റെ ആ ഒരു സ്പേസ് അങ്ങനെ അവിടെ ഇങ്ങനെ ലൈൻ കണക്ക് എടുക്കുന്നത്. മറ്റേതാണെങ്കിൽ അങ്ങനെ മേലിൽ താഴെ വരെ ഒറ്റ ഡിസൈൻ അങ്ങ് പോകുന്നുണ്ട്. ഒറ്റ ഡിസൈൻ താഴെ നിന്ന് മേളിൽ വരെ അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ 4 ഡോർ വരുന്നത് ഇതാണ്. ഈ മോഡൽ 4 ഡോർ കണക്ക് വരുന്നതാണ്. 4 ഡോറാണ്. ഹയറിൻ്റെ തന്നെയാണ് 4 ഡോർ. ഒന്ന് തുറന്ന് കാണിച്ചാൽ 4 ഡോർ. താഴെ ഫ്രീസ് ചെയ്യണം അല്ലേ? പക്ഷേ ഇതിൽ ഈ താഴെ എന്താണ് ഫ്രീസർ പറഞ്ഞതിൽ കംപ്ലൈൻ്റ് ആവാൻ ചാൻസ് കൂടുതലെന്നാണ് പറയണത്. താഴെ ഫ്രീസർ പറഞ്ഞത്. അപ്പോൾ ഒന്നീ സൈഡിൽ വരണം അല്ലെങ്കിൽ മേളിൽ വരണം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഒരുപാട് കളക്ഷൻ ഇഷ്ടംപോലെ ഉണ്ട്. ഇവിടെ ഡബിൾ ഡോറുകളുണ്ട്. ഡബിൾ ഡോറ് 10, 30, 40 രൂപയ്ക്കൊക്കെ 30 രൂപയ്ക്കൊക്കെ നല്ല ഡബിൾ ഡോറ് കിട്ടും. ഇതും കൊള്ളാം. സ്പേസ് ഉണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളതാണ്.
ഡബിൾ ഡോർ. സ്റ്റോറേജ് ബക്കറ്റ്. അതിനകത്ത് നമുക്ക് എല്ലാ സാധനങ്ങളും ചെയ്യാൻ പറ്റുന്ന സാധനം ഉണ്ട്. നിങ്ങൾക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലും മോഡലിലും വരുന്ന രീതിയിൽ ഉള്ളതെടുക്കാം. പിന്നെ ഇതാ വാൾപൂളിൻ്റെ 3 ഡോർ വരുന്നുണ്ട്, 3 ഡോറായിട്ട് വരുന്നത്. ഇവിടെ ഒരു ഡോറ് തുറന്നാണ്, സെക്കൻഡ് ഡോറ്, ലാസ്റ്റ് വന്നിട്ട് 3rd ഡോർ. മലക്കറിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഏറ്റവും താഴെ ഇടാം. മലക്കറി മൊത്തം താഴെ, അത് നമുക്ക് മറ്റേ ഇത് കണക്കണം, എന്താണ് നമ്മളെ മേശ കണക്കണം. താഴെ സ്വൈപ്പ് ചെയ്ത് തുറന്ന് വരാം. മലക്കറിയെല്ലാം അതിനകത്ത് ഇടാം. പിന്നെ അല്ലാത്ത സാധനങ്ങളും ഫ്രീസർ മേളിൽ വരണത്. അങ്ങനെ വേൾപൂളിൻ്റെയാണ്. അടച്ചോ. ഡബിൾ ഡോറും കുറേ സാധനങ്ങളായിട്ടും ഡോറിൻ്റെ വരുന്നുണ്ട്. വലിയ ഇതിലൊക്കെ 41 കൊടുത്തേക്കണത്. പക്ഷേ ഇതിൽ ചിലപ്പോൾ 30 രൂപയ്ക്കൊക്കെ ചിലപ്പോൾ നമുക്ക് ഈ ഡബിൾ ഡോർ കിട്ടും. ആ റേറ്റിലല്ല, ആ റേറ്റിൽ നിന്നും 10-20 രൂപ വ്യത്യാസം വരും. വേൾപൂളിൻ്റെയാണ്. ഇതിലൊരു ചെറിയൊരു മിനി കണക്കൊരു സാധനമുണ്ട് വേൾപൂളിൻ്റെ. ഇതാ കണ്ട, ഗ്ലാസ്സാണ്, പക്ഷേ അതിലൊരു മിനി കണക്ക് സാധനം വരുന്നുണ്ട്. ഇതാ ഡബിൾ ഡോർ. ഇത് ഡബിൾ ഡോറും മറ്റത് സ്പ്ലിറ്റ് ഡോറുമാണ്. വേറെ ഒരുപാട് വരുന്നുണ്ട്. ആ സാംസങ്ങിൻ്റെ ഒരു പൂവിൻ്റെ ഡിസൈനൊക്കെ ഉള്ളൊരു സാധനം. പിന്നെ ഇതൊന്നും അങ്ങനെ ആരും എടുക്കാറില്ല, പ്ലെയിനൊക്കെയുള്ള ഇതൊന്നും എടുക്കാറ്. ഇനി ഇതുമല്ല, കുറഞ്ഞ സാധനങ്ങളാണെങ്കിൽ ഇതിലും കുറഞ്ഞ സാധനം ചെറിയ ചെറിയ ഫ്രിഡ്ജുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇതും നമുക്ക് 10, 20, 15 ആ റേഞ്ചിനൊക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ബില്ലടിക്കാൻ സമയമായി. നമ്മൾ പോയി ബില്ലടിക്കട്ടെ അല്ലേ മാതാജി? ഹലോ ഗൈസ്, ഫൈനലി നമ്മൾ ഫ്രിഡ്ജ് എത്തിയിരിക്കുകയാണ്. ഇതാണ്, ഇത് ഞങ്ങളെ പഴയ ഫ്രിഡ്ജാണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഇത് അതുപോലെ തന്നെ വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ കണക്ഷൻ ഇതുവരെ കൊടുത്തിട്ടില്ല. നിങ്ങൾ മുമ്പ് വെച്ച് അൺബോക്സ് ചെയ്യാണ്. ഫ്രിഡ്ജ് അൺബോക്സിങ്. ഇതാണ് ഞങ്ങളുടെ ഫ്രിഡ്ജിൻ്റെ. കണക്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല, പക്ഷേ ഇപ്പോൾ കൊടുക്കാൻ പോണേ ഉള്ളൂ. നമ്മളിവിടെ ഒന്ന് ക്ലീനിങ് പരിപാടിയായിട്ട് നിൽക്കുകയാണ്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വയ്ക്കാമെന്ന് വിചാരിച്ച്. ഹയറാണ് മോഡല്, സ്പ്ലിറ്റ് ഡോറാണ്. പ്രത്യേകത അതിൻ്റെ ഇത് കാണിച്ചത് അതേ പ്രത്യേകതകൾ തന്നെയാണ്. പിന്നെ നമുക്ക് ഫോണായിട്ടൊക്കെ കണക്ട് ചെയ്ത് അതിൻ്റെ എന്താണ് തണുപ്പും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 2 ഇയർ വാറണ്ടി. അത് നമ്മൾ മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയും സാധനങ്ങൾ തന്നെയുണ്ട്. ഇത്രയും വീട് അമ്മച്ചിന് എത്ര ഉണ്ട്, അമ്മച്ചിയെക്കാളും പൊക്കമുണ്ട്, എന്നെക്കാളും പൊക്കമുണ്ട്. ഇതായി ഇത്ര ഉള്ളായിരുന്നു. ഇതെല്ലാം പറക്കി മാറ്റണം ഗൈസ്. എല്ലാം വൃത്തിയാക്കി സൂക്ഷിക്കണം. തുണി അത് മലക്കറി സൂക്ഷിക്കുന്നത് നമ്മൾ സാധാരണ പെണ്ണുങ്ങൾക്ക് അതറിയാവും. മലക്കറി വെണ്ടയ്ക്കൊക്കെ സൂക്ഷിച്ച് ഈ തുണിയിൽ പൊതിഞ്ഞ് വെച്ചാൽ, പേപ്പറിലും തുണിയിലൊക്കെ പൊതിഞ്ഞ് വെച്ചാൽ കുറച്ച് ദിവസം അങ്ങനെ പഴവാതെ ഇരിക്കും. അതാണ് ഞാൻ ഇങ്ങനെ. അങ്ങനെയല്ല, ഇത് പഴവാതെ വെള്ളരിക്കയൊക്കെ ഇതാണ്ട് ഇത് കണ്ട പോയി വെള്ളരിക്കണ്ട. വെള്ളരിക്കയിൽ ഉടുപ്പിട്ട് ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചാൽ അത് ഇതുപോലെ തന്നെ നമ്മൾ എത്ര ദിവസം വേണമെങ്കിലും ഇങ്ങനെ ഇരിക്കും അല്ലേ? നിങ്ങളെവിടെയൊക്കെ അങ്ങനെയല്ലേ? അങ്ങനെയാണ് വെച്ചേക്കുന്നത്. ഇതെല്ലാം പറക്കി തുണി മുളകാണ് പൊതിഞ്ഞ് വെച്ചേക്കുന്നത്. അപ്പുറത്ത് അമരയ്ക്ക പൊതിഞ്ഞ് വെച്ചേക്കുന്നത്. എല്ലാം തുണിയിലാണ് എല്ലാം. പിന്നെ മസാല ഐറ്റംസ് എല്ലാം ഇതിനകത്ത്. ഇതൊക്കെ എന്തിനകത്ത് ഇതിനകത്ത് വെക്കണം? മസാലയൊക്കെ ഇതിനകത്ത് വെച്ചേക്കുന്നത് എന്തിനാന്തോ. പാലും ബാക്കിയുള്ളതൊക്കെ പരിപ്പ് എല്ലാം ഫ്രിഡ്ജിനകത്ത് കയറ്റി വെച്ചേക്കണം. നോക്കിയാണ് ഫ്രീസറിനകത്ത് ഐസ്ക്രീം ഇരിപ്പുണ്ട്. ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം പറക്കി വൃത്തിയാക്കി വെക്കാം. അപ്പോൾ ഇതാണ് കണക്ട് ചെയ്ത് വെക്കാൻ പോകുന്നത് നമ്മൾ. ഇതെല്ലാം കൂടി അയ്യോ അത് പോയി. ഓക്കെ, അപ്പം എല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം വെച്ചിട്ടുള്ള വീഡിയോ അടുത്ത് കാണാം. ഓക്കെ.